നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാമ്പിന്റെ കുഞ്ഞ് പാമ്പ് തന്നെയാ. ഇന്ന് വെറുതെ വിട്ടാൽ നാളെ വളർന്ന് പത്തി വിടർത്തും. അതുകൊണ്ട് അയ്യോ, അവനെ കൊല്ലുവോ? ഞാൻ കരുതിയത്. താനൊന്നും കരുതണ്ട. അവന്റെ പേര് അച്യുതെന്ന. രാധയുടെയും പ്രസാദിന്റെയും മകൻ അച്യുത്. അല്ലാതെ ഈ കോട്ടയ്ക്കൽ മേഘനാഥന്റെ മകൻ കാശിനാഥൻ എന്നല്ല. മനസ്സിലായോ തനിക്ക്? സാർ, അപ്പൊ എന്റെ നിഗമനം ശരിയാണ്. ഇപ്പോഴും അവൾ ആ വക്കീലിന്റെ കസ്റ്റഡിയിൽ തന്നെയാ, അവന്റെ തറവാട്ട് വീട്ടിൽ. വക്കീല് ബുദ്ധിമാനാ. മുഹൂർത്തം നോക്കി കൃത്യസമയത്തെ രാധയെ ശ്രീമൂല സ്ഥാനത്തേക്ക് കൊണ്ടുവരൂ. അവിടെ അവൾ ആൾക്കൂട്ടത്തിനകത്തായാലേ സാർ അവിടെ വെച്ച് അവളൊന്നും ചെയ്യൂലെന്ന് അവനറിയാം. കറക്റ്റ്. പക്ഷേ അവനേക്കാൾ ബുദ്ധിമാനായിരുന്നു അവന്റെ അച്ഛൻ വലിയ വക്കീൽ പത്മനാഭൻ. അയാളുടെ അവസാനം എങ്ങനെയാണെന്ന് മണിച്ചൻ അറിയാമോ? എന്റെ ഈ കൈകൊണ്ട്, ഇതേ കൈകൊണ്ട് ഇവന് ഞാൻ വിധിക്കുന്നത് അതിനേക്കാളും വലിയ ദുർവിധിയായിരിക്കും. ദാ ഇവരെ കൊണ്ട് ഇനി നിങ്ങളുടെ അവസരമാ. വേണമെങ്കിൽ കൂടുതൽ ആൾക്കാരെ വിളിച്ചോ. എത്രയാ വേണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞാൽ മതി. ആ, പറയാം. രാധയും വക്കീലിനെ ഒളിച്ചു താമസിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലം അയാളുടെ തറവാട് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശ്രീമൂല സ്ഥാനത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രവുമായി അടുത്തു നിൽക്കുന്ന സ്ഥലം അതാണ്. ക്ഷേത്രത്തിന്റെ പിന്നിലായുള്ള പറമ്പും വക്കീലിന്റെ വക തന്നെയാണ്. രാധയെ ഏറ്റവും സുരക്ഷിതമായി ശ്രീമൂല സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഇത്രയും സൗകര്യമുള്ള മറ്റൊരു സ്ഥലം ഇല്ലവിടെ. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിന്റെ പിൻവശം കേന്ദ്രീകരിച്ച് ജാഗ്രതയോടെ നിൽക്കണം. എപ്പോൾ വേണമെങ്കിലും വക്കീൽ രാധയുമായി അതുവഴി വരാം. പിൻവശം വഴി ക്ഷേത്രത്തിന്റെ ശ്രീമൂല സ്ഥാനത്തേക്ക് പ്രവേശിക്കാനാണ് സാധ്യതയെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായി സാർ. ഒരു കാരണവശാലും രാധ ശ്രീമൂല സ്ഥാനത്തേക്ക് പ്രവേശിക്കുകയോ ചടങ്ങുകൾ നടത്തുകയോ ചെയ്യരുത്. അതിനുവേണ്ടി ഏതറ്റം വരെയും നിങ്ങൾക്ക് പോകാം. എന്തും ചെയ്യാം നിങ്ങൾക്ക്, മനുഷ്യക്കുരുതി വരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.